പ്രവാസ ലോകത്തെ വാർത്തകൾ. GCC രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഈ വിസയിൽ UAE സന്ദർശിക്കാം. ഈ വിസ വഴി 30 ദിവസം വരെ രാജ്യത്ത് തങ്ങാം. ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി എന്നീ രാജ്യങ്ങളിൽ റെസിഡൻസ് വിസയുള്ള പ്രവാസികൾക്ക് പരമ്പരാഗത വിസാരീതികളില്ലാതെ തന്നെ ഈ വിസ സംവിധാനം വഴി അപേക്ഷിക്കാം. UAE എത്തുന്നതിന് മുൻപ് തന്നെ പ്രവേശനാനുമതി അംഗീകരിക്കപ്പെട്ടിരിക്കണം. ഈ വിസ വഴി 30 ദിവസം വരെ രാജ്യത്ത് തങ്ങാവുന്നതാണ്. ആവശ്യമെങ്കിൽ 30 ദിവസത്തേക്ക് കൂടി വിസ പുതുക്കാനും സാധിക്കും. ഈ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് തങ്ങൾക്ക് വിസ ഓൺ അറൈവൽ സൗകര്യത്തിന് അർഹതയുണ്ടോ എന്ന് യാത്രികർ പരിശോധിക്കണം. UAE വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി ഇത് പരിശോധിക്കാം. പാസ്പോർട്ട്, GCC റെസിഡൻസ് പെർമിറ്റിന്റെയോ അല്ലെങ്കിൽ തൊഴിൽ വിസ കാലാവധി വ്യക്തമാക്കുന്ന ID കാർഡിന്റെയോ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അപേക്ഷകന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. GCC റെസിഡൻസ് പെർമിറ്റിന് കുറഞ്ഞത് 1 വർഷത്തെ കാലാവധിയും പാസ്പോർട്ടിന് കുറഞ്ഞത് 6 മാസത്തെ കാലാവധിയും വേണം. അപേക്ഷകൻ അംഗീകൃത തൊഴിൽ യോഗ്യതയുള്ളയാളും UAE പ്രവേശനത്തിന് വിലക്കുകളൊന്നും ഇല്ലാത്തയാളുമായിരിക്കണം. ദുബായിലേക്ക് യാത്ര ചെയ്യേണ്ടവർ GDRFA വെബ്സൈറ്റ് വഴിയും അബുദാബി, ഷാർജ, അജ്മാൻ, ഫുജൈറ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ തുടങ്ങിയ എമിറേറ്റ്സിലേക്ക് യാത്ര ചെയ്യേണ്ടവർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ പോർട്ടൽ വഴിയുമാണ് അപേക്ഷിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വിമാന സർവീസുകളുടെ വിലക്ക് ഓഗസ്റ്റ് 7 വരെ നീട്ടി ഖത്തർ എയർവേസ്. ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് വിമാന കമ്പനി ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കുവൈത്ത്, ബഹ്റൈൻ, ഇറാഖിലെ ഇർബീൽ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളുടെ താൽക്കാലിക വിലക്ക് ഓഗസ്റ്റ് 7 വരെ നീട്ടിയതായി ഖത്തർ എയർവേസ് അറിയിച്ചു. ജൂലൈ 31 വരെ സർവീസുകൾ നിർത്തിവെക്കാനാണ് ഈ മാസം 24-ന് എയർവേസ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഓഗസ്റ്റ് 7 വരെ വിലക്ക് നീട്ടുകയായിരുന്നു. ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് വിമാന കമ്പനി ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ബാധിക്കപ്പെട്ട രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാർ തുടർ വിവരങ്ങൾക്കായി കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ ട്രാവൽ അലേർട്ടുകൾ പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ബഹുരാഷ്ട്ര സമുദ്ര പ്രതിരോധ സഖ്യം രൂപീകരിക്കുന്നു. സമുദ്ര സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും രാജ്യാന്തര കപ്പൽ പാതകളെ സംരക്ഷിക്കുന്നതിനുമായാണ് നീക്കം. ചെങ്കടൽ മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനും ഊർജ്ജ വിതരണ പാതകൾക്കും സംരക്ഷണം നൽകുന്നതിനായി പുതിയ ബഹുരാഷ്ട്ര സമുദ്ര പ്രതിരോധ സഖ്യം രൂപീകരിക്കാൻ പദ്ധതി പ്രഖ്യാപിച്ച് സൗദി അറേബ്യ. സമുദ്ര സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും രാജ്യാന്തര കപ്പൽ പാതകളെ സംരക്ഷിക്കുന്നതിനുമായാണ് നിർണായക നീക്കം. സഖ്യ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യ വിളിച്ചു ചേർത്ത അന്താരാഷ്ട്ര യോഗത്തിൽ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ 43 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. പുതിയ സഖ്യത്തിന്റെ സ്ഥാപക രാജ്യവും നേതൃസ്ഥാനവും സൗദി അറേബ്യ വഹിക്കും. സഖ്യത്തിന്റെ ആസ്ഥാനവും സൗദിയിലായിരിക്കും പ്രവർത്തിക്കുക. ബാബൽ മന്ദേബ് കടലിടുക്കും ഏഡൻ ഉൾക്കടലും ഉൾപ്പെടെയുള്ള നിർണായക സമുദ്രപാതകളുടെ സുരക്ഷ ഉറപ്പാക്കുക, സ്വതന്ത്ര കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തുർക്കി, പാകിസ്ഥാൻ, ഈജിപ്ത്, സുഡാൻ, ജിബൂട്ടി തുടങ്ങിയ 14 രാജ്യങ്ങൾ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സംയുക്ത പ്രസ്താവന ഇറക്കി. എന്നാൽ GCC രാജ്യങ്ങളിൽപ്പെട്ട ഒമാൻ, UAE എന്നിവർ നിലവിൽ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ച പട്ടികയിലില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.